എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ അടുത്തിടെ വളരെയധികം തെറി വിളിക്കുകയും കളിയാക്കുകയും ചീത്ത വിളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയായിരുന്നു സത്യഭാമ ടീച്ചർ. അവളുടെ ഇൻ്റർവ്യൂ ഞാൻ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ കാണാനിടയുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ആളൊരു അതിനെ ക്ലാരിഫിക്കേഷൻ തന്നുകൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് വേറൊരു ഇൻ്റർവ്യൂ കൊടുക്കുമെന്ന്. പക്ഷേ ആൾ വളരെ അടമൻറ്റും അരഗൻറ്റൊക്കെ ആയിട്ട് പറഞ്ഞ കാര്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. നമുക്കെല്ലാവർക്കും ഇങ്ങനെ പബ്ലിക്കിൽ ആളിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ അതെങ്ങനെ സാധ്യം, നമുക്കൊരു വിധത്തിൽ അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിലും വിചാരിച്ചു, എന്തുകൊണ്ടാണ് ആൾ അങ്ങനെ പറയുന്നത്? ഇത്രയും പബ്ലിക്കിൽ ഇങ്ങനെ ഇത്രയും സ്റ്റേണായിട്ട് ഇത്രയും അരഗൻ്റായിട്ട് നിൽക്കാനായിട്ടുള്ളൊരു കാരണം എന്തായിരിക്കും എന്നുള്ളത് എനിക്കും ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉണർന്നു. അപ്പോഴാണ് മീഡിയാസ് ഒത്തിരി പേര് ആളുടെ വീട്ടിൽ പോവുകയും അപ്പോൾ മീഡിയയോട് ആൾ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് വന്ന ചില വാചകങ്ങൾ, ചില സെൻറ്റൻസസ് അത് എടുത്തു പറയുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ആളത് അങ്ങനെ ആയിപ്പോയതെന്ന് ആൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഞാനിവിടെ വന്ന് കെട്ടിപ്പൊക്കിയതാണ് ഇതെല്ലാം. പിന്നെ ആൾ പറയുന്നത്, ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങൾ ആരും കണ്ടില്ലല്ലോ, ഇപ്പം എന്തി എല്ലാവരും ഇങ്ങോട്ട് പോകുന്നേ എന്നുള്ള രീതിയിലുള്ള സംസാരം. മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾ പറഞ്ഞത് അത്ര ക്ലിയർ ആയിട്ട് ആൾ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മയില്ല എങ്കിലും, അതായത് മിസ്റ്റർ രാമകൃഷ്ണൻ ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടത് എൻ്റെ പിന്നിൽ ചെറിയ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആൾ പറയുകയുണ്ടായി. അപ്പോൾ ആൾ വളരെ ചെറുപ്പത്തിലേ തന്നെ ഈ ഫീൽഡിലേക്ക് വന്നതാവാം. അപ്പോൾ ഒത്തിരി തിക്താനുഭവങ്ങളിൽ കൂടി ആൾ കടന്നു പോയിട്ടുണ്ടാവാം, സമൂഹം ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, ആൾ നല്ല സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഈ പൊസിഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവാം. അപ്പോൾ ഉള്ളിൽ തന്നെ വളരെയധികം സെൽഫ് റെസ്പെക്റ്റും കോൺഫിഡൻസും ഒക്കെ ആൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ആൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം സമൂഹം എനിക്ക് വേണ്ട റെസ്പെക്റ്റ് അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഒരു ബഹുമാനം ഒക്കെ തരും എന്നുള്ളത് തരാതിരുന്നപ്പോൾ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെയാണ് ആളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആളുടെ ആ ഒരു സ്വഭാവവും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആൾക്കാരോടുള്ള പെരുമാറ്റം, മീഡിയാസിനോടുള്ള പെരുമാറ്റവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാനൊരു കഥ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പുനർജീവൻ എന്നും പറഞ്ഞിട്ട്. അതിൽ ഇതുപോലെ ഒരു സ്ത്രീയെ ആണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതായത് വളരെയധികം തിക്താനുഭവങ്ങളിൽ കൂടി ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ മറ്റുള്ളവരോടുള്ള വെറുപ്പ്, വിദ്വേഷം, പക ഇതൊന്നും വേണ്ട രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ തന്നെ കിടന്നുകൊണ്ട് എപ്പോഴെങ്കിലും ഇപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു 60 വയസ്സിലപ്പോൾ ചിലപ്പോൾ ആയിട്ടുണ്ടാവാം. അപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ ചിന്തകളെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് ആൾ വന്നപ്പോൾ അത്രയും നാൾ മനസ്സിൽ അടക്കി വെച്ചിരുന്ന പല കാര്യങ്ങൾ ആൾ പോലും പറയാതെ ആൾ വിളിച്ചു പറഞ്ഞു പോയി. അപ്പോൾ നമ്മളും ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കാര്യം ചിന്തിക്കുകയാണെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള പല അനുഭവങ്ങളിൽ കടന്നു പോയിട്ടുണ്ടാവാം. അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. നമ്മളും ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവിന് ചിലപ്പോൾ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ പുറത്ത് വരും. അല്ലെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകളെയും അല്ലെങ്കിൽ വാക്കുകളെയും ഒന്നും നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മൾ കണ്ടത് വിളിച്ചു പറയുകയും അല്ലെങ്കിൽ ഈ ചിന്തകളൊക്കെ ആയിരിക്കും നമ്മളെ ഭരിക്കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർ ഇതുപോലെ പെരുമാറുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവരുടെ കഴിഞ്ഞുപോയ അനുഭവങ്ങളിൽ നിന്നാണ് ഈ സംസാരവും ഈ രീതിയിലുള്ള പെരുമാറ്റമൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ വളർന്ന സാഹചര്യങ്ങളും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളും നമ്മൾ ഇടപഴകുന്ന വ്യക്തികളും അവർ തരുന്ന ഓരോ അനുഭവങ്ങൾ വേണ്ട രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ല എന്ന് വെച്ചാൽ ഭാവിയിൽ നമ്മുടെ അവസ്ഥ തന്നെയായിരിക്കും തോന്നിപ്പോയി. വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.